ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ രാവിലെ ഒന്ന് കോളേജിൽ പോകണം. പിന്നെ നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ടിപ്പുവിനെയൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ടിപ്പു ആണ്ട് ഇവിടെ അട്ട ചുരുണ്ട് കിടക്കുന്ന പോലെ കിടക്കുവാണ്. പുള്ളി ഭയങ്കര ഉറക്കമായിരുന്നു തോന്നുന്നു. നമ്മളെ കണ്ടപ്പം ഏറ്റുപെറുക്കിയൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാ ദിവസവും രാവിലെ പുള്ളിക്ക് ഇതുപോലൊരു ഞെളിവിരിവിടിയിലുണ്ട്, ഒരു യോഗ ചെയ്യുന്ന പോലെ. അത് കഴിഞ്ഞേ പുള്ളി ഏറ്റു വരുള്ളൂ. അപ്പോൾ അവനെ വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ മുറ്റത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മുറ്റത്തുനിന്ന് എന്ത് ചെയ്താൽ ഇവൻ കൂട്ടി കയറുകയല്ല. ഈ ഈ വെള്ളച്ചില പരിപാടി തന്നെ എല്ലാ ദിവസവും റിപ്പീറ്റാണ് കേട്ടോ. അതാണ് ഞാൻ സ്ഥിരം കാണിക്കുന്നത്. പിന്നെ ഞാനവിടെ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ കോളേജിലേക്ക് വിടാം. അതുകൂട്ടൻ അവിടെ ബൈക്കിൽ നിൽപ്പുണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസം വണ്ടിയിൽ ഒരു 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചുകൊണ്ട് പകുതി ടാങ്കി പെട്രോൾ കിടപ്പുണ്ട്. കോളേജിൽ നിന്നൊരു മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മളൊരു ഉച്ചയായപ്പം വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മളൊരു 2-3 മണിക്കൂർ കാണാണ്ടിരുന്നിട്ട് പിന്നെ കണ്ടപ്പോൾ പുള്ളിയുടെ ഒരു സന്തോഷപ്രകടനമാണ് കേട്ടോ ഇത്. പുള്ളി വാലൊക്കെയായിട്ട് എന്തോ മൂളൊന്നും ഞെരങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ പറയുന്നതാണ് നമ്മളോട്, നമുക്കൊന്നും മനസ്സിലാകുന്നൊന്നുമില്ല. വേറെ ആരെങ്കിലും ഇതുപോലെ കയ്യും വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പം അയാളുടെ കയ്യിൽ എല്ല് പോലും ബാക്കി കാണില്ല കേട്ടോ. അതുപോലെ കടി വെച്ച് കൊടുക്കും ഇവൻ. നമ്മളായതുകൊണ്ട് ഇവൻ നമ്മളോട് സ്നേഹത്തിൽ നിൽക്കുന്നതാണേ. എല്ലാ പട്ടികളും അങ്ങനെ തന്നെയാണ്, വേറെ കാര്യം. പിന്നെ നമ്മൾ വൈകിട്ട് നമ്മുടെ പ്ലാന്റ്സൊക്കെ നനയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്ലാന്റ്സൊക്കെ അത്യാവശ്യം വാടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ന് മഴ പെയ്തില്ലല്ലോ. ഒരു കോഴിമുട്ട പൊട്ടിച്ച് നിലത്തിട്ട് അത് ബുൾസയായിട്ട് കിട്ടും കേട്ടോ. അത് കൂട്ട് ചൂടാണ് നമ്മുടെ ഇവിടെ, സഹിക്കാൻ പറ്റാത്ത ചൂടാണ് സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മുടെ കാക്കയുറുമ്പാന്ന് തോന്നുന്നു. അവന്മാരുടെ മുട്ടയൊക്കെ ആയിട്ട് ഇവിടെ കൂട്ടം കൂടി നിൽക്കുവാണ്. എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മഴ വരുന്നതിൻ്റെ ലക്ഷണം വല്ലതും ആയിരിക്കും. മഴ വരുമ്പോൾ ഇവന്മാരിങ്ങനെ കൂട് പറ്റാൻ പോകാറുണ്ടല്ലോ, അങ്ങനെ വല്ലതും ആയിരിക്കും. പിന്നെ നമ്മുടെ മൾബറിയിൽ ഇവിടെ നിറച്ച് മൾബറിക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്ക് ജ്യൂസൊക്കെ അടിച്ചു കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ സംഭവത്തിന്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ സ്വീറ്റ് ഫ്ലാഗ് കേട്ടോ, അതായത് വയമ്പിൻ്റെ പ്ലാന്റ്സ് നിറച്ച് തിങ്ങി വളർന്ന് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ ബിഗോണിയ, അതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. പിന്നെ നമുക്ക് വൈകിട്ട് വണ്ടി ഒന്ന് കഴുകണം. വണ്ടിയിൽ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായി തുടങ്ങിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വെക്കുന്ന സ്ഥലത്ത് ടോർസ് ഓടുന്ന റോഡാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊടി നല്ല കൂടുതലായിട്ട് അങ്ങ് അടിക്കും. നമ്മുടെ ഒരു കടുത്ത വേനലിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ കുളത്തിലെ വെള്ളം ഏകദേശം ഒരു വിരൽത്തുമ്പിൻ്റെ അത്രയും കാണുമെന്ന് അറിയത്തില്ല, അത്രയായിട്ട് ചുരുങ്ങി നിൽക്കുവാണ്. എവിടെയെങ്കിലും ചോർച്ച ഉണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലായിരിക്കില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഡെയിലി ഇതിനകത്ത് വെള്ളം നിറച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.